എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മലയാള സിനിമകളുടെ കളക്ഷനാണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഈ വീഡിയോയിൽ നിന്നും എത്തിക്കുന്നത്. ദിലീപ്, ധ്യാൻ ശ്രീനിവാസൻ, മഞ്ജു പിള്ളെ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി, അതോടൊപ്പം സുരാജ് വെഞ്ഞാറമൂട്, ഷർഫുദ്ദീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ പടക്കളം എന്നീ സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റ് ആണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ദിലീപ്, ധ്യാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായത്തോടെ ചിത്രം മുന്നേറുകയാണ്. ഇന്ന് കൃത്യം 12 ദിവസങ്ങൾ ചിത്രം തിയേറ്ററിൽ പിന്നിടുമ്പോൾ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ചിത്രം 12 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം 12 കോടിയിലേക്ക് എത്തിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 12 ദിവസങ്ങൾ കൊണ്ട് 90 ലക്ഷം രൂപയും ഓവർസീസ് ബോക്സ് ഓഫീസിൽ 5 കോടിയും പിന്നിട്ട് സൂപ്പർ ഹിറ്റ് വിജയത്തിലേക്കാണ് പ്രിൻസ് ആൻഡ് ഫാമിലി പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ 12 ദിവസങ്ങൾ കൊണ്ട് ചിത്രം 17 കോടി പിന്നിട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇനി നടനും നിർമ്മാതാവും കൂടിയായ വിജയ് ബാബുവിന്റെ നിർമ്മാണ കമ്പനിയായ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ നിർമ്മാണത്തിൽ ഒരുങ്ങിയ പടക്കളം എന്ന സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ സുരാജ് വെഞ്ഞാറമൂട്, ഷർഫുദ്ദീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഈ ഒരു ചിത്രം മികച്ച അഭിപ്രായത്തോടു കൂടി തന്നെയാണ് തിയേറ്ററുകളിൽ മുന്നേറുന്നത്. നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 12 ദിവസങ്ങൾ ചിത്രം തിയേറ്ററിൽ പിന്നിട്ടുകൊണ്ട് ഇന്ന് 13ാം ദിവസത്തിലേക്ക് കടന്നിരിക്കും. 12 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ 7 കോടി 55 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 92 ലക്ഷം രൂപയും ഓവർസീസ് ബോക്സ് ഓഫീസിൽ 2 കോടി 60 ലക്ഷവും പിന്നിട്ടുകൊണ്ട് ചിത്രം ആകെ 10 കോടി 77 ലക്ഷം രൂപയാണ് ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ രണ്ട് സിനിമകളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ചിത്രത്തിന്റെ പേര് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.